നമസ്കാരം, സമയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പൊരുതി തോറ്റ ന്യൂസിലാൻഡ് രണ്ടാം മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. പേരുകേട്ട ഇന്ത്യൻ നിരയെ രണ്ടാം നിര ടീമുമായി എത്തി പൂട്ടാൻ കിവികൾക്ക് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 7 വിക്കറ്റുകൾക്കായിരുന്നു രാജ്കോട്ട് ഏകദിനത്തിൽ ന്യൂസിലാൻഡ് വിജയിച്ചത്. സെഞ്ചുറി നേടിയ ഡാറിൽ മിച്ചലാണ് ഇന്ത്യക്കെതിരെ കിവികൾക്കായി തിളങ്ങിയത്. 117 പന്തിൽ 131 റൺസ് നേടിയ മിച്ചൽ തന്നെയാണ് കളിയിലെ താരമായി മാറിയത്. രണ്ടാം ഏകദിന മത്സരത്തിന് ശേഷം ഏറെ ചർച്ചയാകുന്ന കാര്യം ഇന്ത്യക്കെതിരെ ഡാറിൽ മിച്ചൽ നടത്തുന്ന പ്രകടനമാണ്. ഈ പ്രകടനം തുടർന്നാൽ അവസാന ഏകദിനത്തിലും കിവികൾ കരുത്തുറ്റ എതിരാളികളായി മാറും. മിച്ചലിനെ പൂട്ടിയാലേ വിജയമുറപ്പിക്കാൻ കഴിയൂ എന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ കളിച്ച അവസാന 4 ഏകദിന മത്സരങ്ങളിൽ 3ലും മിച്ചൽ സെഞ്ചുറി നേടി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയെ കണ്ടാൽ ഡാറിൽ മിച്ചലിന് കലി ഇളകുമെന്ന് മനസ്സിലാക്കും. മിച്ചൽ എത്രത്തോളം അപകടകാരിയാണെന്ന് നമുക്ക് നോക്കാം. 130, 134, 84, 131 എന്നിങ്ങനെയാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ കളിച്ച അവസാന 4 ഏകദിന മത്സരങ്ങളിലെ ഡാറിൽ മിച്ചലിന്റെ സ്കോർ. ഈ മത്സരങ്ങൾക്കിടയിൽ ദുബായിൽ വെച്ച് 2 മത്സരങ്ങൾ ഇന്ത്യക്കെതിരെ ഡാറിൽ മിച്ചൽ കളിച്ചിട്ടുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച ഈ 2 മത്സരങ്ങളിൽ 17, 63 എന്നിങ്ങനെയാണ് മിച്ചൽ സ്കോർ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ മികച്ച റെക്കോർഡാണ് ഡാറിൽ മിച്ചലിനുള്ളത്. മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്ന മിച്ചൽ നിലവിൽ ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ്. എന്തുകൊണ്ട് 3ാം മത്സരത്തിൽ മിച്ചലിനെ പേടിക്കണം? ന്യൂസിലാൻഡ് കണ്ട എക്കാലത്തെയും മികച്ച ഏകദിന ബാറ്റർമാരിൽ ഒരാളായാണ് ഡാറിൽ മിച്ചൽ മാറുന്നത്. മധ്യനിരയിൽ കിവീസിനായി മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ മിച്ചലിന് സാധിക്കുന്നു. മാത്രമല്ല, ഇന്ത്യൻ സ്പിന്നർമാരെ ഫലപ്രദമായി നേരിടാൻ മിച്ചലിന് കഴിയുന്നുണ്ട്. 2ാം ഏകദിനത്തിലെ ചില കണക്കുകൾ ഇത് സാധൂകരിക്കുന്നതാണ്. ഇന്ത്യൻ പേസർമാർക്കെതിരെ 100 സ്ട്രൈക്ക് റേറ്റിൽ 57 പന്തിൽ 57 റൺസാണ് ഡാറിൽ മിച്ചൽ നേടിയത്. എന്നാൽ സ്പിന്നർമാർക്കെതിരെ മികച്ച സ്ട്രൈക്ക് റേറ്റ് ആണ് മിച്ചൽ കാത്തുസൂക്ഷിച്ചത്. 60 പന്തിൽ 74 റൺസാണ് മിച്ചൽ ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ 2ാം ഏകദിനത്തിൽ നേടിയത്. ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച സ്പിന്നർ എന്ന് കരുതപ്പെടുന്ന കുൽദീപ് യാദവിനെ ശരിക്കും മിച്ചൽ പെരുമാറി. 32 പന്തിൽ നിന്ന് 50 റൺസാണ് കുൽദീപിനെതിരെ മാത്രം മിച്ചൽ അടിച്ചെടുത്തത്. ഒരു 6ഉം 4 4ഉം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ബൗളർമാരെ, പ്രത്യേകിച്ച് സ്പിന്നർമാരെ നേരിടുന്നതിൽ മികവ് പുലർത്തുന്ന മിച്ചൽ അടുത്ത മത്സരത്തിലും ഇന്ത്യക്ക് ഭീഷണിയായി മാറാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ മിച്ചലിനെ പൂട്ടിയാലേ രക്ഷയുള്ളൂ. 3ാം ഏകദിന മത്സരം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഫോമിലുള്ള ഡാറിൽ മിച്ചലിനെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ ഇന്ത്യ മെനയേണ്ടതുണ്ട്. മാത്രമല്ല, കിട്ടുന്ന അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതും അനിവാര്യമാണ്. മിച്ചൽ നൽകുന്ന അർദ്ധാവസരങ്ങൾ പോലും വിക്കറ്റാക്കി മാറ്റേണ്ടതുണ്ട്. 2ാം ഏകദിനത്തിൽ മിച്ചലിന്റെ ചില ക്യാച്ചുകൾ ഇന്ത്യൻ താരങ്ങൾ വിട്ടുകളഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള പിഴവുകൾ ഒരു കാരണവശാലും 3ാം ഏകദിനത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ന്യൂസിലാൻഡ് മധ്യനിരയുടെ നട്ടെല്ലാണ് ഡാറിൽ മിച്ചൽ. 53 ഇന്നിങ്സുകൾ കിവികൾക്കായി കളത്തിലിറങ്ങിയ മിച്ചൽ 2553 റൺസ് നേടിയിട്ടുണ്ട്. 56.73 എന്ന മികച്ച ശരാശരിയും 95.29 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും മിച്ചലിന് സ്വന്തമാണ്. 8 സെഞ്ചുറികളും 12 അർദ്ധ സെഞ്ചുറികളും താരം നേടിയിട്ടുണ്ട്. ഏകദിന കരിയറിൽ മിച്ചൽ ഇതുവരെ ഡെക്കായി പുറത്തായിട്ടില്ല എന്ന കാര്യവും എടുത്തു പറയണം. എന്തായാലും 3ാം ഏകദിനത്തിൽ മിച്ചലിനെ പൂട്ടാൻ ഇന്ത്യ തന്ത്രങ്ങൾ മെനഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ മിച്ചൽ ഇന്ത്യയുടെ പരമ്പര മോഹത്തിന് വലിയ ഭീഷണിയായി മാറും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സമയ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.